ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുക. നമ്മുടെ ഓഫീസിൽ പോവുകയാണ്, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് റെഡി ആവുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറിൽ നിന്നാണ് കേട്ടോ. ഞാനൊരു സ്മോൾ എമൗണ്ടാണ് എടുക്കുന്നത്. നമുക്കൊരു ഡ്യൂയി ഫിനിഷ് കിട്ടുന്നൊരു ഒരു കൈൻഡ് ഓഫ് മേക്കപ്പാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഫേസിൽ നല്ലപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു പ്രൈമർ യൂസ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ് കേട്ടോ. 3-in-1 പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ഇത് പ്രൈമർ നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യാണ്. ഐ ഡോണ്ട് നോ വെദർ യു ക്യാൻ സീ ദ ഡിഫറൻസ് ഓർ നോട്ട്. സോ എൻ്റെ കൂടുതലായിട്ട് ഓയിലി ആവുന്ന ഭാഗത്താണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, ഈ ഒരു ഭാഗത്തും. പിന്നെ എൻ്റെ ഫേസിൽ നല്ലപോലെ പിമ്പിൾസിൻ്റെ മാർക്സ്, അതുപോലെ ഭയങ്കര ഫ്ലോലെസ് ആയിട്ടുള്ളൊരു സ്കിന്നല്ല എൻ്റെ. മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബോറായിരിക്കും. അപ്പോൾ ഞാൻ പൊതുവേ നമുക്ക് ഒരു മീഡിയം, നമുക്കൊരു ഒരുപാട് കവറേജ് കിട്ടുന്ന പോലെയല്ല. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പിമ്പിൾസിൻ്റെ മാർക്സ്, ഇതെല്ലാം പിമ്പിൾസ് ഉണ്ടോ, ഇതിൻ്റെ മാർക്സ് ഇതെല്ലാം എൻ്റെ മോൾസാണ്. അപ്പോൾ ഈ പിമ്പിൾസിൻ്റെ മാർക്സ് ഇതെല്ലാം നമ്മൾ കവർ ചെയ്ത് നല്ലൊരു പുട്ടി എഫക്റ്റ് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ബോറായിരിക്കും. സോ അങ്ങനെ ഒരുപാടെല്ലാം കവർ ചെയ്യുന്ന പോലെയല്ല, നമുക്കൊരു എന്താ പറയുക, ഒരു മീഡിയം കവറേജ് കിട്ടുന്ന പോലുള്ളൊരു മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ ഞാനിത് ഒരുപാടായിട്ട് ഇതന്നെയാണ് യൂസ് ചെയ്ത്. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആയിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല ഒരു ടാൻ റിമൂവ്, നമ്മുടെ സ്കിന്നിന് എല്ലാത്തിനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൺസ്ക്രീൻ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ സൺസ്ക്രീൻ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫിറ്റ്മിയുടെ ഒരു ഫൗണ്ടേഷനാണ്. സോ ഞാനിത് ആദ്യം കൈ കൊണ്ട് നമ്മുടെ ഈ ഭാഗങ്ങളിലെല്ലാം ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് നോട്ട് ഡാബ് ഡാബ് ഡാബ്. സോ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും ഈ കോണ്ടൂറിങ് ഒന്നും ഞാൻ ചെയ്യാറില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ ഐസിൻ്റെ ഇവിടെ എല്ലാം നല്ല വൈറ്റ്, ഇതിൻ്റെ ഡാർക്ക്നെസ് എല്ലാം മാറ്റും. എനിക്ക് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. സോ ഞാൻ സ്കിപ്പ് ചെയ്യും എപ്പോഴും, ഞാനത് ചെയ്യാറില്ല. കണ്ടോ, ഞാനിപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഈ ഒരു മോൾസൊന്നും ആ മാർക്സ് ഒന്നും റിമൂവ് ആവുന്നില്ല. സോ ഞാനങ്ങനെ ഭയങ്കര പുട്ടി എഫക്റ്റിലുള്ള ഇതല്ല ഞാൻ ഇടുന്നത്. ഇത് കുറച്ചുകൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ ഞാൻ നാച്ചുറലായിട്ടുള്ളൊരു മേക്കപ്പാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓഫീസിലാണെങ്കിലും പെട്ടെന്ന് നമുക്ക് റെഡി ആയി പോകാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോ ഞാൻ അതുകൊണ്ട് ഇത് ലൈറ്റായിട്ടൊരു ഫൗണ്ടേഷനാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ലൈറ്റായിട്ട് മാത്രം. സോ ഐസിൻ്റെ താഴോട്ടൊന്നും ഞാൻ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. സോ എനിക്കൊരു നാച്ചുറൽ ഫിനിഷിംഗ് ആണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇട്ട പോലൊരു ആ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടമല്ല. സോ ഞാനിത് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഈ ഒരു മാർക്സും ഈ ഒരു പിമ്പിൾസും ഒന്നും അങ്ങനെ റിമൂവ് ആയിട്ടില്ല. റിമൂവ് എന്ന് പറഞ്ഞാൽ അത് ഹൈഡ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഈ ഒരു നമ്മുടെ ടോട്ടൽ എൻ്റെ പിമ്പിൾസ് മാർക്സ് എല്ലാം ഒന്നും അങ്ങനെ ഹൈഡ് ചെയ്യില്ല. ഒരു നാച്ചുറൽ ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ബ്രഷ് വെച്ചിട്ട് യൂസ് ചെയ്യണം, നമ്മൾ സ്പ്രെഡ് ചെയ്യണം തന്നെ ഇല്ല കേട്ടോ. നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താലും മതി. നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. സോ ഇപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടു. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും കുറച്ചുകൂടെ ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ എടുത്തിട്ട് അവിടെ നിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ ഫൗണ്ടേഷൻ ഇപ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി ഐബ്രോസ്
ത്രെഡ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് മാത്രം ഞാൻ ഐബ്രോസ് ജസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇവിടെ മാത്രം ജസ്റ്റ് ഒന്ന് ഞാൻ ഇത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടല്ല, ബട്ട് കുറച്ച്. ഓക്കെ, ദെൻ മേൽഭാഗം അതുപോലെ തന്നെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കൈ കൊണ്ടിടാവേ, ഈ ഒരു ബ്രഷ് കൊണ്ട് എനിക്ക് നേരക്ക് ഇതാകുന്നില്ല. അപ്പം ഞാനത് ജസ്റ്റ് അതൊന്ന് കൈ കൊണ്ട് തന്നെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ഇത് ഒന്നാമത് ത്രെഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഒരു ഈ എക്സ്ട്രാക്ട്സ്, ഐബ്രോസിൻ്റെ എക്സ്ട്രാക്ട്സ് കാര്യങ്ങളെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഐബ്രോസ് നമുക്കിങ്ങനെ എൻഹാൻസ് ചെയ്യാം. കണ്ടോ, അപ്പോൾ നമുക്കൊരു ത്രെഡ് ചെയ്തൊരു എഫക്റ്റ് നമുക്ക് കിട്ടും. സോ നമ്മൾ ജസ്റ്റ് ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു മാർക്കുണ്ട്, ഞാനത് ഹൈഡ് ചെയ്യുന്നില്ല. ബിക്കോസ് എനിക്കിങ്ങനെ എൻ്റെ ഓൾറെഡി ഉള്ള മാർക്സിനെ ഹൈഡ് ചെയ്യുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. കാരണം അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് കൊടുക്കും. സോ ഞാൻ ഐബ്രോസ് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട്. ഇതിൻ്റെ ബ്രഷ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഐ ഷേഡോ പാലറ്റാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലാം 21 ലിറ്റിൽ വൺ എന്ന് പറഞ്ഞൊരു 4 ഷെയ്ഡ്സ് ഉള്ള ഒരു ഐ ഷേഡോ പാലറ്റാണ്. ഇതിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് നമ്മൾ ജസ്റ്റ് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഓൾറെഡി ഒരു ചെറിയ ഐസാണ്, അപ്പോൾ ഇത് ഐലൈനർ അങ്ങനെ ഭയങ്കര ഇതായിട്ട് എഴുതാനൊന്നും പറ്റില്ല. എൻ്റെ ഐസിൽ കാണില്ല. ഒന്നാമത് കണ്ണ് ഭയങ്കര ചെറുതാണ്, അപ്പോൾ അത് പറ്റില്ല. ഇത് നല്ലൊരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐ ഷാഡോ പാലറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ മേളിൽ ജസ്റ്റ് ഇതാക്കി കൊടുത്ത പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഐസിൻ്റെ അണ്ടറിലും ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഐസിൻ്റെ താഴെ ഇങ്ങനെ ഒരു നാച്ചുറൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് ഉണ്ടാവില്ല, നാച്ചുറൽ ലുക്ക് നമുക്ക് തരും ഇങ്ങനെ താഴെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ഐലൈനർ. സോ ഐലൈനർ ഞാൻ ജസ്റ്റ് ലൈൻ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ, ക്യാറ്റ് ഐസ് പോലെ. ഓക്കെ, സോ ഐ ഫോർഗോട്ട് ദാറ്റ് ഇത് മാർസിൻ്റെ ഒരു ഐലൈനർ പെൻസിലാണ്. ഞാൻ പറയാൻ വിട്ടുപോയി. സോ നല്ലൊരു പെൻസിലാണ്, നല്ല ഡാർക്ക് ഷെയ്ഡാണ്, നന്നായി ലോങ് ലാസ്റ്റ് ചെയ്യും, നല്ലൊരു ഐലൈനറാണ്. ആൻഡ് ഇത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് താഴെ ഈ ഹിമാലയ കാജലിൻ്റെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക്ക്. നൈക്കയുടെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ്, കുറച്ചുകൂടെ ബോൾഡ് ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു റെഡ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ മസ്കാര ഇടാൻ മറന്നുപോയി. സോ ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ മസ്കാര നമ്മൾ മേളിൽ എഴുതുന്ന പോലെ തന്നെ താഴെയും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഞാൻ ഈ മെബിലൈൻ്റെ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനത് പറയാൻ വിട്ടുപോയി. ആൻഡ് ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു ഹൈലൈറ്റർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വൺ ആണ്. സീ ദ ഡിഫറൻസ്. സോ ഞാനിതൊന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോർണർ ഏരിയാസിൽ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. സോ നോസ് ചീക്സിൻ്റെ ഇവിടെ ആൻഡ് നമ്മുടെ ഈ ഒരു ഫോർഹെഡിൻ്റെ ഈ ഒരു സെൻറ്റർ പാർട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ദെൻ ഹെയർ സെറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. സോ നമുക്ക് ഹെയറിലോട്ട് എടുക്കാം. എൻ്റെ എന്ന് പറയുന്നത് ഒരു ട്രീറ്റഡ് ഹെയർ ആണ്. എൻ്റെ നോർമൽ ഹെയർ ഭയങ്കര കേളി ഹെയർ ആണ്. സോ ഞാൻ ഈ ഹെയർ ജസ്റ്റ് കെട്ടി വെച്ചുകൊണ്ടാണ് ഈ ഒരു വേവ്സ് ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഹെയർ ബ്രഷ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞാൻ ഹെയർ നല്ലപോലെ ഈ ഒരു ബ്ലോ ഡ്രൈ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അഗാരോയുടെ ഹെയർ ബ്രഷാണ് കേട്ടോ. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സോ യു ഗൈസ് ക്യാൻ സീ ദ ചേഞ്ചസ്. ഞാൻ അങ്ങനെ അധികമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു ലൈറ്റായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പ്രൈമർ ലൈറ്റായിട്ട് ഈ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്, ഹൈലൈനർ, കാജൽ, മസ്കാര, ഐഷാഡോ. സിമ്പിളായിട്ടൊരു ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഓഫീസിൽ പോകാനൊക്കെ ഇതൊക്കെ ധാരാളം. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ഹെയർ ബ്രഷിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായും ഞാനൊരു ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.